നമസ്കാരം. യുഎഇയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നു. നിശ്ചിത തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമാക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് ആവിഷ്കരിച്ച അധ്യാപകർ പദ്ധതി വഴി പ്രതിവർഷം 1000 സ്വദേശികളെ സ്വകാര്യ സ്കൂളുകളിൽ നിയമിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാകും ഇത് പൂർത്തിയാക്കുക. കിൻഡർ ഗാർഡനുകളിലെ അധ്യാപകർക്ക് പുറമെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, അറബിക് ഭാഷാ അധ്യാപകർ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇതര തസ്തികകൾ എന്നിവയിലെല്ലാം സ്വദേശികൾ വരും. അറബിക് ഭാഷ, സാമൂഹിക പഠനം, ദേശീയ വിദ്യാഭ്യാസം എന്നിവ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. അതേസമയം സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് സന്നദ്ധരായ സ്ഥാപനങ്ങളുടെ എണ്ണം 18,670 കഴിഞ്ഞ ഡിസംബറിൽ നാഫീസ് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 34.4% വർധനവുണ്ട്. വർഷത്തിൽ 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇത് ലംഘിക്കുന്ന കമ്പനികളിൽ നിന്ന് പ്രതിവർഷം 2 ഘട്ടമായാണ് പിഴ ഈടാക്കുക. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ വരെ 1.13 ലക്ഷം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ നിയമനം നേടി. ഇതിൽ 81,000 പേർ നാഫീസ് വഴി നിയമനം ലഭിച്ചവരാണ്. സ്വദേശികളെ നിയമിക്കുന്നതിൽ മികവ് പുലർത്തുന്ന കമ്പനികളെ മാനവ വിഭവ മന്ത്രാലയത്തിലെ സ്വദേശിവൽക്കരണ ക്ലബിൽ ഉൾപ്പെടുത്തും. പ്രതിവർഷം 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് മന്ത്രാലയം നൽകുന്ന പ്രധാന ആനുകൂല്യങ്ങളിൽ ഒന്നാണിത്. സർക്കാർ കേന്ദ്രീകൃത ടെൻഡറുകളിൽ കമ്പനികൾക്ക് മുൻഗണന ലഭിക്കും. മന്ത്രാലയ ക്ലബിൽ അംഗത്വം ലഭിക്കുന്നതും ഇടപാടുകൾക്കുള്ള നിരക്കിൽ 80% വരെ ഇളവുണ്ടാകും. നാഫീസ് പദ്ധതികളിൽ തൊഴിലുടമകൾക്ക് ആനുകൂല്യങ്ങൾ നേടാനാകും എന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. സർക്കാർ സേവന സംരംഭങ്ങളിൽ ഇത്തരം കമ്പനികൾക്ക് നാഫീസ് വഴി പ്രാമുഖ്യം നൽകും. രാജ്യത്ത് കഴിഞ്ഞ മാസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തുകയും വിദേശികൾക്ക് വിസ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രവാസികളുടെ കോടികളാണ് നമ്മുടെ നാട്ടിൽ ഒഴുകിയെത്തുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും പ്രവാസികളുടേതാണ്. സ്വദേശിവൽക്കരണം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് കൂടുതൽ മേഖലകളെ കൂടി സ്വദേശിവൽക്കരണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും ഈ തീരുമാനം ഇരുട്ടടിയായി മാറുകയാണ്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 $83.3 ബില്യൺ പ്രവാസികളിൽ നിന്ന് രാജ്യത്തിന് ലഭിച്ചത്. 2019 0.2% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇനി 2018 1,86,376 കോടി. 2020 വന്നാൽ NRI നിക്ഷേപം 2,27,430 കോടിയായിരുന്നു. 2019 1,99,781 കോടി, അതായത് 14% വർധനവുണ്ടായി. ഇനി കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കേരളത്തിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ അയച്ചത് 2,16,893 കോടി രൂപയാണ്. സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ 1.7 ഇരട്ടിയാണ് ഇതെന്ന് എടുത്തു പറയണം. 2023 ഒരു പ്രവാസി ശരാശരി വീട്ടിലേക്ക് അയച്ചത് 2,23,729 രൂപ. രാജ്യത്തെ NRI ഡിപ്പോസിറ്റുകളുടെ 21% സംസ്ഥാനത്ത് നിന്നാണ്. സംസ്ഥാനത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് 43,378 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് തുകയായി 2023 നിക്ഷേപിക്കപ്പെട്ടത്. 40 ലക്ഷം മലയാളികൾ വിദേശത്ത് താമസിക്കുന്നവരോ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ആണ്. അവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ ലഭിക്കുന്ന പണത്തിന്റെ 80%വും 7 ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ്. മറഞ്ഞിരിക്കുന്ന മരണത്തെ പോലും അവഗണിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസി മലയാളികൾ ഒരുപാടുണ്ട്. കടൽ കടന്നു പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല. നാട്ടിലെ കിടപ്പാടവും കെട്ടുതാലിയും എല്ലാം പണയപ്പെടുത്തിയാണ് വിസ സമ്പാദിക്കുന്നത്. എന്തായാലും പ്രവാസികൾക്ക് സ്വദേശിവൽക്കരണം വൻ തിരിച്ചടിയാകുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.